ഹേ ഗൈസ്, എൻ്റെ എയർപോർട്ട് ഗെറ്റ് റെഡി വിത്ത് മീയുടെ ഫുൾ ലുക്ക് വരുന്നത് ഇങ്ങനെയായിരുന്നു ഗൈസ്. ഇത് കാണിക്കാനുള്ളൊരു അവസരം കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് പറ്റിയില്ല. അങ്ങനെ നമ്മൾ നേരെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് വെച്ച് പിടിച്ചത്. പോക്കും പറിച്ചിട്ടും കണ്ട ഞാൻ പോകുവാണെന്നാണ് തോന്നുന്നത്, പക്ഷെ അല്ല, ഫ്രണ്ടിനെ ജർമ്മനിയിലേക്ക് കയറ്റി വിടുകയാണ് നമ്മൾ. അവളുടെ ഹസ്ബൻഡ് അടുത്തേക്ക് പോവുകയാണ് ഗൈസ്. അങ്ങനെ ഒരു അജുനരി വില്ലൊക്കെ കിട്ടി ഞങ്ങൾ ഉച്ചയ്ക്ക് ഇറങ്ങിയ ജേണി ഒരു 5:20 ആയപ്പോഴാണ് എയർപോർട്ടിലേക്ക് എത്തിയത്. 5:30 ഞങ്ങളുടെ ഒരു ബോർഡിങ് വരുന്നത്. പക്ഷേ ഞങ്ങൾ കൃത്യനിഷ്ഠതയോടെ ആ ഒരു ടൈമിൽ തന്നെ എത്തി. അവിടെ എത്തിയതിന് ശേഷം ഞങ്ങൾ ട്രോളി വെക്കാനുള്ള ഉന്തുവണ്ടിയൊക്കെ തപ്പിയെടുത്തു. അങ്ങനെ ഉന്തുവണ്ടിക്കുള്ളിൽ ബാഗൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ വെച്ച് പിടിച്ചത് ടോയ്ലറ്റിലേക്കായിരുന്നു. ഇവളാണ് ഗൈസ് ജർമ്മനിക്ക് പോകുന്നത്. ഇവളാണ് ഞങ്ങൾക്ക് ജർമ്മനിലേക്ക് കയറ്റി വിടാനുള്ളത്. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം അങ്ങനെ അവളെ ഞങ്ങൾ ടാറ്റ പറഞ്ഞു അകത്തേക്ക് ഉന്തി തള്ളി വിട്ടു. അങ്ങനെ എല്ലാവർക്കും ടാറ്റയും ഉമ്മയൊക്കെ തന്ന അവൾ ക്യൂവിൻ്റെ ഒരറ്റത്തേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ അവൾ ഉള്ളിലേക്ക് പോയ സമയമായിരുന്നു അത്. ഒരു സൺസെറ്റ്, ഒരു ഈവനിങ് ടൈം ആയിരുന്നു. ആ സമയത്ത് ഞാൻ എൻ്റെ ക്യാമറ കണ്ണുകളിലൂടെ സൂര്യനെ ഒപ്പിയെടുക്കാൻ, അതായത് സൺസെറ്റ് സൂര്യനെ ഒപ്പിയെടുക്കാൻ നോക്കിയതാണ്. പക്ഷേ സൂര്യൻ വലുതായിട്ട് സഹകരിക്കുന്നൊന്നും ഇല്ലാതെ, എന്നാലും കുഴപ്പമില്ല, ഞാൻ എന്തൊക്കെയോ വീഡിയോയിൽ പകർത്താൻ നോക്കിയിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ തിരിച്ചു പോകാനായിട്ട് കാറിൽ കയറിയിട്ടുണ്ട് ഗൈസ്. അപ്പം ക്യാബിൻ ക്രൂ ഒക്കെ വന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നു, അതിൻ്റെ ബ്ലോക്കാണത്. അങ്ങനെ ആലുവയിലെത്തി ഞങ്ങൾ ടീ സ്പോട്ടിൽ കയറി ഒരു കോഫിയൊക്കെ കുടിച്ചു. അങ്ങനെ അവിടെ ഒന്ന് മുടിപ്പിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ച് പോകാനായിട്ട് കാറിലേക്ക് കയറിയിട്ടുണ്ട്. അങ്ങനെ അത്രയേ ഉള്ളൂ എയർപോർട്ട് വിശേഷങ്ങൾ. ഓക്കെ, ബൈ.